തീരെ ബലമില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ദുർബലമാണ് എന്നല്ലേ. അതല്ലെങ്കിൽ ഇത് നല്ല സ്ട്രോങ് ആണ് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഹിന്ദിയിൽ എന്താണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ ബലമില്ലാത്തത് അല്ലെങ്കിൽ ദുർബലം എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് കംസോർ. അപ്പോൾ കംസോർ എന്ന് പറയുമ്പോൾ വീക്ക് എന്നൊരർത്ഥം കൂടിയാണ് കേട്ടോ അതിന് വരുന്നത്. വീക്ക്, നമുക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പം ആരെങ്കിലും ഒരു സ്റ്റൂളുമ്പോൾ കയറുകയാണെങ്കിൽ നമ്മൾ പറയാണ് ഇത് ബലമില്ലാത്തതാ, അത് പൊട്ടിപ്പോകും എന്ന് പറയാണ്. ഇത് ബലമില്ലാത്തതാണ്, ഏ കംസോറേ ഏ ടൂട്ട് ജായേഗ, ഇത് പൊട്ടിപ്പോകും. ഏ കംസോറേ ടൂട്ട് ജായേഗ എന്ന് പറഞ്ഞാൽ ഇത് ബലമില്ലാത്തതാണ് അല്ലെങ്കിൽ ദുർബലമാണ്, പൊട്ടിപ്പോകും എന്ന് പറയാം. ഇവിടെ ഒരു വസ്തുവാണ് അല്ലേ, സ്റ്റൂൾ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഒരു വ്യക്തിനെ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിനെ പറയുമ്പോൾ എന്താണ്, വീക്ക് എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം വീക്കാണ് എന്ന് പറയത്തില്ല. ഓ ആത്മി കംസോറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓ ആത്മി കംസോറേ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ വീക്കാണ് എന്ന് പറയുന്നതാ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, മജ്ബൂത്. മജ്ബൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്. ഇപ്പോൾ ഏ ഭാവ് മജ്ബൂത്, ഇപ്പോൾ ഫർണിച്ചറൊക്കെ നമ്മൾ പറയുമല്ലേ, ഇത് നല്ല സ്ട്രോങ് ആണ്. ഏ ഭാവ് മജ്ബൂത് ഹേ എന്ന് പറഞ്ഞാൽ ഇത് നല്ല സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രോങ്ങും വീക്കും, മജ്ബൂത് ഓർ കംസോർ. ക്ലിയർ ആയില്ലേ?